ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൈൻഡ് ബാഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സാൻറിയോ തീമിലുള്ള ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പേപ്പർ എടുക്കുക. ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. പിന്നെ അതിൽ സാൻറിയോ എന്നാണ് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എഴുതിയതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒരു സാൻറിയോ ക്യാരക്ടേഴ്സിന് ഫോട്ടോ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ പോയിട്ട് സാൻറിയോ ക്യാരക്ടേഴ്സിന് അടിച്ചാൽ നല്ല അടിപൊളി ഫോട്ടോസ് വരും. നിങ്ങൾക്കത് വരച്ചെടുക്കാം കേട്ടോ. പേപ്പർ കോപ്പിയിൽ നോക്കി പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ സാൻറിയോ ബ്ലൈൻഡ് ബാഗ് എഴുതിയ ഭാഗത്തൊക്കെ നിന്ന് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ള ഭാഗവും ഇതുപോലെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ടുള്ള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും സർക്കിൾ ആയിട്ടുള്ളൊരു സാധനം എടുക്കുക. നിങ്ങൾക്ക് കോമ്പസ് കൊണ്ട് വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ 4 സർക്കിൾസ് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളറൊന്ന് കൊടുക്കുക. എന്നിട്ട് അതിൽ ഞാൻ ക്യൂട്ട്, കോമൺ, റയർ, ലെജൻഡറി ആണ് അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ എന്ത് വേണമെങ്കിലും കിട്ടും. ഞാനിതൊക്കെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. കോമൺ, ക്യൂട്ട്, റയർ, ലെജൻഡറി എന്നൊക്കെ ഉണ്ട്. ഞാൻ ക്യൂട്ട്, റയർ, കോമൺ, ലെജൻഡറി ആണ് എഴുതി കൊടുത്തിട്ടുള്ളത് വെറുതെ. പിന്നെ ഇതുപോലെ ഒന്ന് നമ്മളതൊന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട. ഞാൻ ആ മറ്റേ കാണിക്കുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്കുഷിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പേപ്പർ എടുക്കുക. പിന്നെ നമ്മൾ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ അതൊന്ന് ഇതുപോലെ ഉള്ളിലേക്ക് കൈയൊന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നാലേ നേരെ ഒന്ന് നിൽക്കുള്ളൂ. പിന്നെ നമ്മളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം സാൻറിയോ ക്യാരക്ടേഴ്സിനെ വരച്ചെടുക്കുക. മൈമെലണ്ടി ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമുക്ക് ഒരു ടേപ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാതും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ സൈഡിലും നമുക്ക് ഒന്ന് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. ഇതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇതുപോലെ മൊത്തം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. ഇതെങ്ങനെ ഇതാക്കേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് നേരെ മനസ്സിലാകും. ഇതുപോലെ നമ്മൾ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് പഞ്ഞിയാണ് കേട്ടോ വേണ്ടത്. നമുക്കിതുപോലെ കുറച്ച് പഞ്ഞി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കുത്തി നിറച്ച് കൊടുക്കാം. പിന്നെ ഈ പഞ്ഞി നിറക്കുമ്പോൾ ആരും പിശുക്ക് കാണിക്കരുത്. നല്ലോണം കുത്തി നിറച്ച് കൊടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല അടിപൊളി സ്കുഷി ആയിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗമൊന്ന് ഞാനിങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ വേണം. അതിൽ നമുക്കിതുപോലെ യു ഗോട്ട് എന്നൊന്ന് എഴുതി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് എഴുതി കൊടുക്കാം. ഞാനിവിടെ എപ്പിക്കാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുള്ളത്. എപ്പിക്ക് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൽ ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നെയിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 10 പേപ്പർ ഇതുപോലെ ഒന്ന് നമ്മളെ നെയിൽസിൻ്റെ അളവിനായിട്ട് സൈസിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഗ്രില്ലിങ് പേപ്പർ പോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അത് മൊത്തം ഒന്ന് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ അതൊന്ന് നമ്മുടെ നെയിലിൻ്റെ സൈസിന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് 10 എണ്ണം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ പല കളറിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ 10 എണ്ണം നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 10 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം. എന്നിട്ട് അതൊന്ന് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ 5 നെയിൽസ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ.
ഇതുപോലെ മൊത്തം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് 2 കാർഡ്ബോർഡ് പീസ് വേണം. 2 എണ്ണം ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഒന്നിൽ 5 എണ്ണം മറ്റേ ഒന്നിൽ 5 എണ്ണം അങ്ങനെയായിട്ട് ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ മൊത്തം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്തൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതും നമുക്ക് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ടോട്ടൽ 10 നെയിൽസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെയിൻഡ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ ബ്ലെയിൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ ടാപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ടാപ്പോടാണ് ഒട്ടിക്കുന്നത്, നിങ്ങൾക്ക് ഗ്ലൂ കൊണ്ടും ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലെയിൻഡ് ബാഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.